ഹലോ ഗൈസ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജാനു ആണ്. ഇനി എൻ്റെ ഒഫീഷ്യൽ നെയിം അജ്ന വഹാബ് എന്നാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, റീസെൻ്റ്ലി ഞാൻ നടന്നൊരു സംഭവത്തിനെക്കുറിച്ച്, ഒരു സ്റ്റോറിയാണ്, നടന്ന ഒരു സംഭവം പറയാനാണ്. പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഓൺ വോയിസിൽ വന്നിരിക്കുന്നത്. അതായത് 12-ാം തീയതി രാവിലെ 6 മണിക്ക് ശേഷം ഞാൻ മസ്കറ്റ് എയർപോർട്ടിലേക്ക് തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ട്, എനിക്കൊരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മസ്കറ്റിൽ പോയിരുന്നു. നാട്ടിൽ വരാനായിട്ട് നിൽക്കുന്ന ടൈമിൽ എൻ്റെ ഏജ് വരുന്ന ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട്, പെൺകുട്ടിയാണെന്ന് അവർ പറയുന്നത്, എനിക്ക് കണ്ടിട്ട് പെൺകുട്ടിയാണെന്ന് തോന്നിയില്ല, എൻ്റെ ഏജുള്ള ഒരു സ്ത്രീ, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ വന്നിട്ട് എന്നോട് എയർ ഇന്ത്യയിലാണോ പോകുന്നത്, മലയാളിയാണോ എന്നൊക്കെ സംസാരിച്ചു. ഓക്കെ, ഞാനും ഓക്കെ എയർ ഇന്ത്യയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞു. ആസ്റ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണെന്ന് പറഞ്ഞു പുള്ളിക്കാരി. ആസ്റ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബാഗ് കൊടുക്കാനായിട്ട്, അതായത് ബോർഡിംഗ് പാസിന് വേണ്ടിയിട്ട് ലഗേജ് കൊടുത്തു വിടണമല്ലോ, ആ ടൈമിൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് അവിടെ നിന്നപ്പോൾ, എനിക്ക് ഹാൻഡ് ബാഗ് തൂക്കിക്കൊണ്ട് നടക്കാൻ വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ലഗേജിൻ്റെ കൂടെ തന്നെ എൻ്റെ ഹാൻഡ് ബാഗും വിടുകയാണ്. പുള്ളിക്കാരി വന്ന് നിർബന്ധപൂർവ്വം അവിടെ ഇരിക്കുന്ന ആളുടെ അടുത്ത്, ടിക്കറ്റ് തരുന്ന ആളുടെ അടുത്ത് പറയുകയാണ്, നമുക്ക് 2 പേർക്കും അടുത്തടുത്ത സീറ്റ് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഇല്ല, അവൈലബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരിക്ക് 23 ആണെന്ന് തോന്നുന്നു, പുള്ളിക്കാരിക്ക് 24, എനിക്ക് 23, അങ്ങനെയാണ് സീറ്റ് കിട്ടിയത്. തന്നെയാണ്. അങ്ങനെ പുള്ളിക്കാരി ഒരു ബാഗ് ലഗേജിലേക്ക് വിട്ടില്ല. അങ്ങനെ ആ ബാഗ് എടുത്തിട്ട് പുള്ളിക്കാരി പറയുന്നത്, ഇത് ഭയങ്കര വെയിറ്റാണ്, എന്നെക്കൊണ്ട് ഈ വെയിറ്റ് എടുത്തിട്ട് നടക്കാൻ പറ്റില്ല, അജിനെ ഇത് വെച്ചേക്കോ എന്ന് ചോദിച്ചു. ലാപ്ടോപ്പൊക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം അവിടെ നിന്ന് പിന്നെ നമ്മൾ എമിഗ്രേഷനിലോട്ട് വരണം, പിന്നെ നമ്മൾ ഒരുപാട് നടക്കാനും ഒക്കെ ഉണ്ട്. പുറത്തുള്ളവർക്ക് അറിയായിരിക്കും, പ്രത്യേകിച്ച് മസ്കറ്റിലുള്ളവർക്ക് അറിയായിരിക്കും. അപ്പോൾ എന്നിട്ടും നമ്മളൊരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് നോ പറയാൻ അറിയാത്തത് കൊണ്ട് ഞാനത് ചെയ്തു. അതെൻ്റെ ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ ആ ബാഗും കൊണ്ട്, അറിയാമല്ലോ, ഒരു എയർപോർട്ടിനകത്താവുമ്പോൾ ഫുൾ ക്യാമറ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ക്യാമറ ഉള്ളൊരു സ്ഥലമാണ്. നമ്മൾ ചന്തയിലല്ല നിൽക്കുന്നത്. അങ്ങനെ ഈ പുള്ളിക്കാരിൻ്റെ കൂടെ നടക്കുകയാണ്. അങ്ങനെ വന്ന് അവിടെ ഇരിക്കുന്നു. ഇടയ്ക്ക് ഈ പുള്ളിക്കാരി വാഷ്റൂമിൽ പോകുന്നെന്ന് പറഞ്ഞ് പോവും. കുറേ ടൈം കഴിഞ്ഞിട്ട് വരും. വീണ്ടും പറയും, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. അങ്ങനെ 1-2 പ്രാവശ്യം അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഫ്ലൈറ്റിൽ കയറിയപ്പോഴേക്കും ഞാൻ പുള്ളിക്കാരിയുടെ ബാഗ് കൊടുത്തു. കാരണം പുള്ളിക്കാരി 24-ലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെയാണല്ലോ ബാഗ് വെക്കേണ്ടത്. ഞാൻ ആക്ച്വലി ഒരു 4-5 ദിവസം കൊണ്ട് നല്ലപോലെ ഭക്ഷണം കഴിക്കാതെ ഭയങ്കര ടയേർഡാണ്. ഭയങ്കര ടയേർഡെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ടയേർഡായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് അവിടുത്തെ ഫുഡ് പറ്റാതെ ഒക്കെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരി, ഇപ്പോഴത്തെ എയർ ഇന്ത്യയുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ, നമ്മുടെ അദാനി സാർ ഏറ്റെടുത്തതിന് ശേഷം ആയിരിക്കണം, മേ ബി, എനിക്കറിയില്ല, എല്ലാം പെയ്ഡാണ് ഫുഡെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ നിന്നില്ല. പുള്ളിക്കാരി ഫുഡ് ആവശ്യത്തിന് വാങ്ങിച്ച് കഴിച്ചു. അതൊരു തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. പുള്ളിക്കാരിക്ക് അത്രയും ഹെൽപ്ഫുള്ളായിട്ട് ഞാൻ നടന്നിട്ട് പോലും ഒരു കോഫി വേണോ എന്ന് പോലും പുള്ളിക്കാരിൻ്റെ അടുത്ത് ചോദിച്ചില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോഴേ ഞാൻ വിചാരിച്ചു, തിരിച്ചിറങ്ങുമ്പോൾ പുള്ളിക്കാരി ഞാൻ വലിയ മൈൻഡ് കൊടുക്കാൻ പോയില്ല. കാരണം പിന്നീടും ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം പുള്ളിക്കാരിയുടെ ബാഗ് ചുമക്കാൻ പുള്ളിക്കാരി എൻ്റെ അടുത്ത് തരുമെന്നെനിക്ക് തോന്നി. അതുപോലെ തന്നെ പുള്ളിക്കാരി അവിടെ വെച്ച്, അതായത് ഫ്ലൈറ്റിൽ വെച്ച് കുടിക്കാനായിട്ട് സാമ്പിൾ ബോട്ടിൽ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ നിന്ന് തന്നെ വാങ്ങിച്ചു. ഞാനും കൂടെ നിന്നപ്പോൾ തന്നെയാണ് വാങ്ങിച്ചു. കുടിച്ചപ്പോൾ ഭയങ്കര സ്മെല്ലാണ്. പുള്ളിക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ സ്മെല്ല് ഭയങ്കര രീതിയിൽ, കാരണം ഞാൻ മദ്യപിക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്മെല്ല് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ബിയറൊക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെയും സഹിക്കും, പക്ഷേ ഈ ഒരു മദ്യത്തിൻ്റെ സ്മെല്ല് കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക്. അങ്ങനെ ഇറങ്ങിയതിന് ശേഷം പുള്ളിക്കാരി എന്നെ നോക്കി ഇങ്ങനെ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുകയാണ്, ചിരിച്ചുകൊണ്ട് ആ ബാഗും തൂക്കി നിൽക്കുകയാണ്. താഴെ ഇറങ്ങിയിട്ട് ചോദിച്ചു, എന്താ മൈൻഡ് ചെയ്യാൻ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു. നമ്മൾ മൈൻഡ് ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എനിക്കതൊരു വിഷമം തട്ടിയിട്ട് ഞാൻ അങ്ങനെ നിൽക്കുക തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി വെളിയിൽ ഒരു 4-5 പയ്യന്മാരും ആരൊക്കെയോ വന്ന് പുള്ളിക്കാരിയെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ടാക്സി എടുത്ത് ഞാൻ വന്നു. അതിന് ശേഷം ഇന്നലെ എന്ന് പറയുമ്പോൾ ശനിയാഴ്ച വൈകുന്നേരം ഒരു 3 മണിക്ക്, 14-ാം തീയതി ഒരു 3 മണി ടൈമായപ്പോൾ അന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID വാങ്ങിയിരുന്നു കേട്ടോ. നമ്പർ വേണ്ട, ഇൻസ്റ്റാഗ്രാം ID മതി എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനൊരു പൊട്ടത്തി ആയതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിച്ചില്ല. അങ്ങനെ ഇൻസ്റ്റാഗ്രാം ID-യിൽ ഒരു മെസ്സേജ് വരികയാണ്, ടെക്സ്റ്റ് മെസ്സേജ്. എൻ്റെ കയ്യിൽ നിന്നും എടുത്ത
ഡയമണ്ട് എനിക്ക് തിരിച്ചു വേണം. പുള്ളിക്കാരുടെ പേര് ഡിനി എന്നാണ്, കഴക്കൂട്ടമാണ് കേട്ടോ വീട്. ഇത്രയും പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇതൊരു പ്ലാൻ ചെയ്തൊരു സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ കുറേ വോയിസ് മെസ്സേജുകൾ, അതായത് നിങ്ങൾ തന്നെയാണ് എൻ്റെ ബാഗിൽ നിന്ന് ഡയമണ്ട് എടുത്തത്, ആ ഡയമണ്ട് എനിക്ക് തിരിച്ചു തരിക എന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും ക്യാമറ ഉള്ളൊരു സ്ഥലത്ത് നിന്ന് ഇത് പോസിബിൾ ആണോ? എനിക്കറിയില്ല, അത് പോസിബിൾ ആണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇന്ന് വരെയും എനിക്ക് 33 വയസ്സായി. എൻ്റെ ഈ 33 വയസ്സിനിടയ്ക്ക് ഒരാളിൻ്റെ അടുത്ത് ഞാൻ കൈ നീട്ടിയിട്ട് പോലല്ലോ. എനിക്കൊരു 10 രൂപ തരൂ ചായ കുടിക്കാനില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് കരയും, എവിടെയെങ്കിലും ഇരുന്നിട്ട് കരഞ്ഞങ്ങ് തീർക്കുന്നതല്ലാതെ ഒരാളടുത്ത്, എനിക്ക് വേണ്ടപ്പെട്ടവർക്കും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ നാട്ടുകാർക്കും അറിയാം. എൻ്റെ വീട്ടുകാരെന്ന് ഉദ്ദേശിക്കുന്ന എൻ്റെ ഉമ്മച്ചി, എൻ്റെ മോള്, എൻ്റെ ഫാദർ, പിന്നെ എൻ്റെ ബ്രദേഴ്സും അവരുടെ ഫാമിലീസും മാത്രമാണ് എൻ്റെ ബന്ധുക്കളെന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒരാളുമല്ല, എനിക്ക് വേറെ ബന്ധുക്കളൊന്നുമില്ല. പിന്നെ എനിക്ക് കുറച്ച് അടുത്ത സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്കും അറിയാം ഞാൻ എന്തായാലും അങ്ങനെ കാശെടുക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പം ഞാൻ ആ പെങ്കൊച്ചിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ എന്നെ അത്രമാത്രം ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഞാൻ നിയമപരമായിട്ട് അതിന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തെങ്കിലും തെളിവുണ്ടായിട്ട് നിങ്ങൾ സംസാരിക്കൂ ഞാൻ എടുത്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് പട്ടിണി കിടന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. 10 ഇയേഴ്സായിട്ട് ഒറ്റയ്ക്ക് ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രഗിളിങ്ങിൻ്റെ അങ്ങേയറ്റം പലതരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ശാരീരിക പീഡനങ്ങൾ എന്ന് വെച്ചാൽ ആരെങ്കിലും എന്നെ പീഡിപ്പിച്ചു എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. അല്ല, ചൊറിയുന്നവർക്ക് ഇനി അതും കേട്ടിട്ട് പറയാമല്ലോ, അതുകൊണ്ട് അതല്ല അതിൻ്റെ അർത്ഥം. ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ ഞാനിനി പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഞാനിങ്ങനെ കാണിക്കുക ഫോട്ടോ, അങ്ങനെയുള്ളവരെ ദയവ് ചെയ്ത് നിങ്ങൾ സൂക്ഷിക്കുക. എനിക്ക് പറ്റിയ പോലെ ആർക്കും പറ്റാതിരിക്കട്ടെ. ടാറ്റ.